ഒരു ടാസ്ക് കാരണം മാത്രം. അതിന് മുമ്പ് എല്ലാ ടാസ്കും ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ. ഡോട്ടൊക്കെ മുട്ട. ജിസേലിന്റെ പാവട തുമ്പിൽ തൂങ്ങി ഇങ്ങനെ നടക്കുന്നു. ജിസേലിന്റെ ഒരു കനിവോട് കൂടി അവിടെ നിന്ന് പോകുന്നു. എന്ത് സപ്പോർട്ട് ചെയ്യാനും ജിസേലുണ്ട്. 7 നിലപാട് നമ്മൾ കണ്ടതാണ്. ലാലേട്ടൻ അന്ന് വന്ന് കാണിച്ചായിരുന്നു ആര്യന്റെ 7 നിലപാട്. ഇത് 8ാമത്തെ നിലപാടാണ്. കാരണം വെച്ചാൽ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ വിഷയം ആര്യനാണ്. നമ്മുടെ ആര്യൻ കത്തോരിയ, ഗ്ലാമറസ് പയ്യൻ ബിഗ് ബോസ് ഹൗസിലെ. പക്ഷേ വകതിരിവ് വട്ടപൂജ്യം. ലാലേട്ടനോട് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ ആക്കുന്ന രീതിയിൽ സംസാരിച്ചത്. അതിനുശേഷം നമ്മൾ വിചാരിച്ചു ഒരു അബദ്ധം പറ്റിയതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പറ്റിപ്പോയതായിരിക്കാം എന്ന് വിചാരിച്ചവർക്കെല്ലാം ഇന്നലത്തെ എപ്പിസോഡ് അതിനുശേഷം കണ്ട എപ്പിസോഡ് കണ്ടവർക്കും അതിനുശേഷം ഇന്ന് ലൈവ് കണ്ടവർക്കും മനസ്സിലായി കാണും അത് അവനൊരു അബദ്ധം പറ്റിയതല്ല, അവൻ അറിഞ്ഞുകൊണ്ടാക്കിയതാണെന്നും ഇതുപോലുള്ള ദേഷ്യം അവൻ ഇപ്പോഴും ആ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതും. ആ ഒരു തൊപ്പി കൊടുത്ത സമയത്ത്, ആ ഒരു ക്യാപ്പ്, ഞാൻ പുലിയല്ല ഞാൻ ഒരു എലിയാണ് എന്നുള്ള ക്യാപ്പ് കൊടുത്ത സമയത്ത് എനിക്ക് സംശയമുള്ളത്, ആ ബാഡ്ജ് കയ്യിൽ കൊടുത്തിരുന്നല്ലോ, അവർക്ക് ആ ഡ്രസ്സ് എപ്പോഴും വേണമെങ്കിലും അവർക്ക് ഡ്രസ്സ് ഉപയോഗിക്കാമായിരുന്നു, എല്ലാം ചെയ്യാമായിരുന്നു. സ്വന്തമായിട്ട് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ ഈ ബാഡ്ജ് ഉള്ളവർക്ക് അത് സൂക്ഷിക്കുന്നിടത്തോളം അവർക്ക് അത് ഉപയോഗിക്കാവുന്ന സാധനമായിരുന്നു. പക്ഷെ ഇപ്പോൾ ബാഡ്ജ് തിരിച്ചു വാങ്ങിച്ചു, ലാലേട്ടൻ ബാഡ്ജ് കൊണ്ടുപോയി. പക്ഷെ അതിനുശേഷവും ആര്യന്റെ ഡ്രസ്സുകളൊന്നും ബിഗ് ബോസ് തിരിച്ചു വാങ്ങിച്ചിട്ടില്ല. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. സാധാരണ ആ ബാഡ്ജ് ഉള്ളവർക്കല്ലേ ഈ ഡ്രസ്സൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, അവരവരുടെ ഡ്രസ്സ്. പക്ഷെ എന്തുകൊണ്ടാണ് അത് തിരിച്ചു വാങ്ങിച്ചില്ല? ഇനി ബിഗ് ബോസ് മറന്നുപോയോ എന്നും ഇവന് അറിയത്തില്ല. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. ഇന്ന് അപ്പാനിയുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ലാലേട്ടനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആര്യം പറയുന്നുണ്ട്. എന്നെ പാർഷ്വാലിറ്റി കാണിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ എന്റെ തലയിൽ ഇത് വെച്ച് തന്നത്. അതുകൊണ്ട് ഇപ്പൊ ലാലേട്ടൻ ഇപ്പം എന്നെ മൊത്തത്തിൽ ലാലേട്ടൻ ഇപ്പൊ എന്തോ കാണിച്ചാലും കുഴപ്പമില്ല, ലാലേട്ടൻ ഇപ്പൊ എന്നെ മൊത്തം എവിക്ഷനിൽ ഇട്ടാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല, എനിക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് ഇറങ്ങിപ്പോകും. എന്തായാലും ഇവിടെ ടാസ്ക് എല്ലാം കളിച്ചിട്ടല്ലേ ഞാൻ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ അഹങ്കാര തരത്തിലുള്ള ഒരു വർത്തമാനം പറഞ്ഞായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ആ പറഞ്ഞത് ഒന്ന് കേൾക്കാം. ഞാൻ ചെറിയ അത്ര വിഷയം അവൻ തെല്ലു തന്നെ പൊട്ടിച്ച് മറ്റയാളെ തെരഞ്ഞുകൊണ്ടിരിക്കുക അച്ഛനമ്മയ്ക്കും മറ്റയാൾ ഇതെന്ന് കാണിച്ചിരിക്കും. ഞാൻ ഡയറക്റ്റ് വിഷയം പോകേണ്ടത് ആശാലിയാണത്. പക്ഷെ എനിക്ക് പേടിയില്ല, ഒരു കുഴപ്പമില്ല. എനിക്ക് എല്ലാ വിധ ഇടായിട്ട് എനിക്ക് ഒരു പേടിയില്ല. എല്ലാ എവിഷനിലും എനിക്ക് ഇട്ടോട്ടെ, എനിക്ക് യാതൊരു പേടിയില്ല. ലാലേട്ടൻ എന്നെ എല്ലാ എവിഷനിലും ലാലേട്ടൻ ഇട്ടോട്ടെ, ബിഗ് ബോസ് ഇട്ടോട്ടെ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ലാലേട്ടൻ എന്തോ അറിഞ്ഞുകൊണ്ട് ഇവന് ശിക്ഷ കൊടുത്തതുപോലെയും ലാലേട്ടനാണ് ഇവനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ലാലേട്ടൻ ചെയ്ത പരിപാടിയാണെന്നാണ് ഇവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൊട്ടൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല ബിഗ് ബോസ് പറയുന്ന പോലെയാണ് ലാലേട്ടൻ പെരുമാറുന്നത്. ബിഗ് ബോസിന്റെ ആജ്ഞപ്രകാരമാണ്, ബിഗ് ബോസ് പറയുന്ന പോലെയാണല്ലോ ലാലേട്ടൻ അവിടെ കൂടുതലും അവിടെ സംസാരിക്കുന്നത്. അപ്പം ബിഗ് ബോസ് പറഞ്ഞതാണ് ഇവർക്ക് ഇങ്ങനെ ഒരു തൊപ്പി കൊടുക്കണം എന്നുള്ളത്. ഈ പൊട്ടനെ അതുപോലും ആലോചിക്കാനുള്ള കഴിവില്ല. അതിനുശേഷം ഇവൻ ആ ഒരു ദേഷ്യം തീർത്തത് ലാലേട്ടനോട് ആക്കി സംസാരിച്ച രീതിയിലായിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടതാണ്, ഒരാക്കുന്ന രീതിയിലായിരുന്നു. അതിനുശേഷം ഇന്നും അവൻ ആ ദേഷ്യം പോയിട്ടില്ല എന്നുള്ളതാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ആ ദേഷ്യമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ദേഷ്യം ലാലേട്ടനോടാണ്. ലാലേട്ടനാണ് എന്നെ ഇങ്ങനെ ചെയ്തത് വെച്ചാൽ ഇവന് ആരെയും വിഷയമല്ല, എനിക്കൊരു വിഷയമേ അല്ല, എന്നെ ഇവരെന്തോ എല്ലാം കാണിച്ചോട്ടെ. ആദ്യം മുതലേ ഇങ്ങനെയാണ്. ആദ്യം വന്നപ്പോഴൊക്കെ എല്ലാവരും വിചാരിച്ച് കുറച്ച് ബോധവും പൊക്കണമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണെന്നാണ്, ബോധവും പൊക്കണമുള്ള നല്ലൊരു ചെറുപ്പക്കാരനെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ പോകെ ഇവൻ താന്ന് തറയോളം പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്നുവെച്ചാൽ ഇപ്പോൾ അവിടെ കാണിക്കുന്ന ഗെയിമുകൾ മൊത്തവും അതുപോലെ ഇറിറ്റേറ്റ് ആക്കുന്നുണ്ട് മനുഷ്യരെ. എന്നുവെച്ചാൽ എന്തോ സംസാരിക്കുന്നതെന്ന് അവന് തന്നെ അറിയത്തില്ല, അവൻ എന്താ പറയുന്നതെന്ന് അവന് തന്നെ അറിയത്തില്ല. ബലാന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇവന് അത് പറയുന്നത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും വേണം. നമ്മൾ അല്ലെങ്കിൽ പിന്നെ ഇരുന്ന് ചിന്തിക്കണം ഇവനെന്തോ ഈ പറഞ്ഞതെന്നുള്ളത്. എന്നുവെച്ചാൽ പകുതി വിഴുങ്ങിയാണ് സംസാരിക്കുന്നത്. അതുപോലെ എനിക്ക് ഭയങ്കര ഗ്ലാമറാണ്, ഞാൻ കുന്നംകുളത്തെ രൺബീർ കപൂർ ആണെന്നൊക്കെ, കുന്നംകുളം രൺബീർ കപൂർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ നടക്കുന്നത്. പക്ഷെ നമുക്കറിയാം അവിടെ എന്തോ കാണിക്കുന്നതെന്നും. ഒരു മെച്യൂരിറ്റി കുറവാണോ എന്ന് ചോദിച്ചാൽ ഇവന് മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനമേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവൻ ചില ഇടങ്ങളിൽ സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആരും സംസാരിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ സെൽഫിഷായിട്ട് എടുത്തുകൊണ്ട് പിന്നീട് സംസാരിക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്ന പോലെയാണ് തോന്നിയിരിക്കുന്നത്. എന്തായാലും ലാലേട്ടനെ ശരിക്കും ലാലേട്ടൻ വന്ന ആ സൺഡേയിലെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടനോട് അവന് നല്ല ദേഷ്യമുള്ള പോലെയാണ് മിക്ക കാര്യങ്ങളും സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാകുമ്പോൾ ഒരു ഇരിപ്പിരിക്കുന്നുണ്ട്, വല്ലാതെ ഷോക്ക് ആയതുപോലെ അപ്പാനി ചോദിക്കുമ്പോൾ. പക്ഷെ അപ്പാനി അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ഗോൾ അടിക്കുകയും ചെയ്തു. എനിക്ക് ലാലേട്ടന്റെ ഫേവറേറ്റ് ആക്ടറാണ്. നീ ഓറക്കി ചളിയാ കണ്ട ക്യാപ്റ്റൻ നല്ല ബോറായിട്ട് കേട്ടാ. വോട്ടിംഗ് ഒന്നും അറിയില്ല. നീ ഇപ്പൊ ആക്കാൻ വേണ്ടി പറയുന്നത് മനസ്സിലായത്. പിന്നെ
നിന്റെ വിചാരം ലൈവ് ലാലേട്ടൻ ഫാൻസ് കേട്ടോണ്ടിരിക്കുമ്പോൾ അവർ പറയും ഓ ആരും ഭയങ്കര തെറ്റാണ്. എനിക്ക് വേണ്ടി ലാലേട്ടൻ ചങ്കിലാണ്, നീ ഓവറാക്കി കൊളാക്കണ്ട. 7 നിലപാട് നമ്മൾ കണ്ടതാണ്. ലാലേട്ടൻ അന്ന് വന്ന് കാണിച്ചായിരുന്നു ആര്യന്റെ 7 നിലപാട്. ഇത് 8ാമത്തെ നിലപാടാണ്. കാരണം വെച്ചാൽ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ലാലേട്ടൻ എന്നെ അറിഞ്ഞുകൊണ്ട് പാർഷ്വാലിറ്റി കാണിച്ചിട്ട് ഇട്ടതാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, അങ്ങ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അപ്പാനി പറയുന്നുണ്ട്, നീ ലാലേട്ടൻ ഫാൻസിനെ നീ വിരോധമാക്കരുത്, നീ ലാലേട്ടനെ കുറിച്ച് അങ്ങനെ പറയരുത് എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുറച്ചു നേരം. എന്തോ പറയണം എന്നറിയാതെ അപ്പാനിയുടെ മുഖത്ത് നോക്കിയിട്ട് പെട്ടെന്നാണ് പിന്നെ മനസ്സിൽ വന്ന ഒരു കാര്യം എടുത്തിരുന്നത്, ലാലേട്ടൻ എന്റെ ഫേവറേറ്റ് ആണ്, എന്റെ അതാണ്, എന്റെ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് മെഴുകുന്നത്. പക്ഷെ അപ്പാനിയും അവിടെ ആ സമയം അപ്പാനി യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ 7 നിലപാട് കാണിച്ചെടുത്ത് ഒരു 8ാമത്തെ നിലപാടാണ് അവിടെ കാണിച്ചത്. എന്ന് വെച്ചാൽ ഇവൻ അതുപോലെ ഒരു വൈരാഗ്യ ബുദ്ധി മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. നമുക്ക് ഈ ഗെയിമിലും കണ്ടു കഴിഞ്ഞാൽ അറിയാം, ബിഗ് ബോസ് ഗെയിമിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പുള്ളി നൈസായിട്ട് വൈരാഗ്യം മനസ്സിൽ കൊണ്ട് നടക്കുകയും ആ വൈരാഗ്യം ഉള്ളവരെ ടാർഗറ്റ് ചെയ്യുകയും നല്ല രീതിയിൽ അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. മനസ്സിൽ വെച്ചിട്ട് പെരുമാറുന്ന ഒരു രീതി. ഇപ്പൊ ജിസേലിന്റെ പാവാടത്തുമ്പിലാണ് നടപ്പ്. പക്ഷെ ജിസേലിന് മനസ്സിലായിട്ടുണ്ട് ഇവന്റെ കൂടെ ഇനി അധികം അടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ജിസേലിന് പണി കിട്ടും എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ അടുത്ത് സംസാരിക്കുന്ന രീതിയും എല്ലാം കണ്ടപ്പോൾ, അവിടുത്തെ പ്രകടനം കണ്ടപ്പോൾ ജിസേലിന് മനസ്സിലായിട്ടുണ്ട്. ജിസേൽ അത് ബിന്നിയോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ സൺഡേയിലെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അത് കാണിച്ചായിരുന്നു. ബിന്നിയോട് സംസാരിക്കുന്നുണ്ട്, ഞാൻ ഇത്രയും വിചാരിച്ചില്ല, ഇത്രയും ബോധവും പൊക്കണവും ഇല്ലാത്ത ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരുത്തനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇവനാണെങ്കിൽ പറയേണ്ടത് എന്താണെന്നോ പ്രവർത്തിക്കേണ്ടത് എന്താണെന്നോ മനസ്സിലാക്കുന്നില്ല. എനിക്കിങ്ങനൊന്നും അല്ല ഞാൻ ഇവനെ കുറിച്ച് വിചാരിച്ചതെന്ന് ജിസേല് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ജിസേല് പയ്യെ ഒഴിഞ്ഞു പോകാൻ അവിടുന്ന് ഇവനിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവനാണ് പിന്നെയും ഒട്ടി ജിസേലിന്റെ അടുത്ത് പോകുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ജിസേൽ ഇപ്പം പരമാധികാരമാണ് അവിടെ ജിസേലിന് ബിഗ് ബോസ് ഹൗസിൽ. അപ്പം ബിഗ് ബോസ് ഹൗസിൽ പരമാധികാരം കിട്ടിക്കഴിഞ്ഞപ്പം കുറച്ചും കൂടെ ഒട്ടി നിന്ന് കഴിഞ്ഞാൽ അവിടെ വലിയ പണിയൊന്നും എടുക്കാതെ ചുമ്മാ ജിസേലിനെ സോപ്പിട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ആഴ്ച അങ്ങ് പോയി കിട്ടുമല്ലോ, വലിയ പണിയും എടുക്കണ്ട. അപ്പം ഒരു ചംച രീതി. അപ്പൊ ആ രീതിയിലേക്കാണ് ഇപ്പം ആര്യൻ അടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജിസേൽ കൂടുതലും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നെന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഒഴിവാക്കാനും പറ്റാത്ത ഒരവസ്ഥ. ഇതിനു മുമ്പ് ഇന്നലെ എപ്പിസോഡ് കഴിഞ്ഞ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതേപോലെ തന്നെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലാലേട്ടനെ കുറിച്ച് വേറൊരു വാക്ക് പറയുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ലാലേട്ടൻ ഫാൻസ് ഒക്കെ ഇതൊക്കെ പ്രത്യേകം കാണണം കേട്ടോ. നിങ്ങളുടെ ലാലേട്ടനെ കുറിച്ചാണ് ഈ പറയുന്നതെന്നുള്ളത്. വേറൊന്നും കൊണ്ടല്ല, ഇവനോട് വൈരാഗ്യം ഉള്ളതുകൊണ്ടോ വ്യക്തിവൈരാഗ്യം ഉള്ളതുകൊണ്ടോ ഒന്നും അല്ല. പക്ഷെ ഇങ്ങനെ ലാലേട്ടനെ പറഞ്ഞിട്ട് ഒരാൾ അവിടെ നിൽക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. ഈ ഒരു മനുഷ്യനെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആൾക്കാര്, ലക്ഷക്കണക്കിന് ആൾക്കാർ എവിടെയും പോവാണെങ്കിൽ ഒന്ന് നേരിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഒന്ന് ലാലേട്ടനെ ഒന്ന് ഹായ് പറയുമോ അല്ലെങ്കിൽ ലാലേട്ടൻ ഒന്ന് സംസാരിക്കുമോ എന്ന് നോക്കി നടക്കുന്ന എത്രയോ പേരുണ്ട്. ഈ പറയുന്ന ആരാധകരുണ്ട്. ലാലേട്ടൻ ഫാൻസിലുള്ളവർ തന്നെ ഒരുപാട് പേര് ലാലേട്ടനെ കാണാത്തവരുണ്ട്. ലാലേട്ടനോടൊന്ന് സംസാരിക്കാനും ഒന്ന് കാണാനും ഒരു ഫോട്ടോ എടുക്കാൻ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ സമയത്താണ് ഇവനൊക്കെ ഒരു ചാൻസ് കിട്ടിയേക്കുന്നത്, ലാലേട്ടനോടൊന്ന് സംസാരിക്കാനും ലാലേട്ടൻ്റെ അടുത്തുനിന്ന് നല്ല രീതിയിൽ ലാലേട്ടനോട് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ ഉള്ള ഒരു ചാൻസ് കിട്ടിയത്. പക്ഷെ ഇവിടെ ആരും ചെയ്യുന്നത് ലാലേട്ടനെ ശരിക്കും ഇൻസൾട്ട് ചെയ്യുക എന്നുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് തോന്നിയുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി എന്റെ ഭാഗത്ത് തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഞാനത് തിരുത്താം. എനിക്കത് തെറ്റായിട്ട് തോന്നി, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നിയാൽ ഞാൻ തിരുത്താനും റെഡിയാണ്. ഒരു ടാസ്ക് കാരണം മാത്രം അതിന് മുമ്പ് എല്ലാം ടാസ്കും ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ. ഡോട്ടക്കത്തോന്റെ മുട്ട. ഒരു ടാസ്ക് കാരണം മാത്രം അതിന് മുമ്പ് എല്ലാം ടാസ്കും ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ. ഡോട്ടക്കത്തോന്റെ മുട്ട. ഞാൻ എല്ലാം ടാസ്കും ഇവിടെ ജയിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് എനിക്ക് ഈ മുട്ട, അവന്റെ ഒരു മുട്ട എന്ന് പറഞ്ഞിട്ട് ഇവൻ എറിയുന്നുണ്ട്. അതും അവൻ മോഹൻലാലിനെ ശരിക്കും അവമാനിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അവന്റെ ഒരു മുട്ട എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ലാലേട്ടനെ തന്നെയാണ് ഈ പറയുന്നത്. പക്ഷെ അവിടെ അപ്പാനിക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പാനി അപ്പോഴും പറയുന്നുണ്ട് നീ ഒന്ന് കൂളാകാൻ മിണ്ടാതിരിക്കുക എന്നൊക്കെ അപ്പാനി പറയുന്നുണ്ട്. അപ്പൊ എനിക്കത് ശരിക്കും വിഷമമുണ്ടെന്നുള്ള രീതിയിലാണ് അവിടെ ആര്യം സംസാരിക്കുന്നത്. ഇത് ഈ ദേഷ്യം മൊത്തം കാണിക്കുന്നത് ലാലേട്ടനോടാണ്. അത് ലാലേട്ടനോട് സൺഡേയിലുള്ള എപ്പിസോഡിൽ കാണിച്ചു. അതിനുശേഷം ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ ആ ടിഷ്യൂ എടുത്ത് എറിഞ്ഞുകൊണ്ട് അവന്റെ ഒരു തൊപ്പി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവൻ ഇന്ന് പറഞ്ഞത് ലാലേട്ടനാണ് ഈ പാർഷ്വാലിറ്റി കാണിക്കുന്നു, എനിക്ക് മാത്രമായിട്ട് ഇങ്ങനെ ചെയ്തു, ലാലേട്ടൻ ഇപ്പൊ എത്ര വിഷയം എന്നെ ഇട്ടാലും എനിക്ക് യാതൊരു വിഷയമില്ല, എന്നെ അങ്ങ് ഇടട്ടെ, ഞാൻ പോണെങ്കിൽ ഞാനങ്ങ് പോവും എന്നുള്ള രീതിയിൽ വേറെ സിമ്പിൾ ആയിട്ട് അവൻ കൂളായിട്ടാണ് പറയുന്നത്. അപ്പോഴാണ് അപ്പാനി എടുത്ത് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പാനി അവിടെ ഗോൾ അടിക്കുകയും ചെയ്തു, ഇവന്റെ വായിൽ നിന്ന് അത് വീഴുകയും ചെയ്തു. അപ്പാനി അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ ആര്യന്റെ മനസ്സിലിരിപ്പ് വെളിയിൽ വരികയും ചെയ്തു. ആര്യൻ എന്നൊരു മത്സരാർത്ഥി അവിടെ ഗെയിമിൽ ടാസ്കിലൊക്കെ നല്ല കളിക്കുന്നുണ്ട്, നല്ല ടാസ്ക് കളിക്കുന്ന ആളും എല്ലാമാണ്. പക്ഷെ ഇവന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാൻ അറിയത്തില്ല, ഇടപെടാൻ അറിയത്തില്ല, ആരോട് എന്ത് സംസാരിക്കണം എന്ന് അറിയത്തില്ല. ജിസേലിന്റെ പാവാട തുമ്പിൽ തൂങ്ങി ഇങ്ങനെ നടക്കുന്നു. ജിസേലിന്റെ ഒരു കനിവോട് കൂടി അവിടെ നിന്ന് പോകുന്നു. എന്ത് സപ്പോർട്ട് ചെയ്യാനും ജിസേലുണ്ട്, ജിസേലിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവനും ഉണ്ട്. അപ്പൊ ഇവര് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
അപ്പം പിന്നെ അഹങ്കാരം, എനിക്ക് ഭയങ്കര ഗ്ലാമറാണ്, എനിക്കുള്ള സൗന്ദര്യമാണ്, ലേഡീസ് എല്ലാം എന്റെ പുറകിലാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഇമാജിൻ, മനസ്സിലൊരു ഇമാജിൻ ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രായത്തിന്റെ പക്വതക്കുറവായിരിക്കാം, പക്ഷെ പക്വതക്കുറവാണെന്ന് എല്ലാവരും പറയുമെങ്കിലും ഞാൻ അത് പക്വതക്കുറവായിട്ട് കാണുന്നില്ല. വിവരമില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ ഒരാളോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം, അല്ലെ എങ്ങനെ പെരുമാറണം എന്നൊക്കെ പഠിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും ഒക്കെയാണ്. പലരും വീട്ടിൽ നിന്നും അതുപോലെ സ്കൂളിൽ നിന്നും നമ്മുടെ കൂട്ടുകാരോട് സഹകരിക്കുമ്പോഴും ഒക്കെയാണ് പലരും പഠിക്കുന്നത് നമുക്ക് ആരോട് എങ്ങനെയൊക്കെ പെരുമാറണം, ഇടപെടണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു ഇടപെടി ഇവനെ എനിക്ക് തോന്നുന്നു നല്ലൊരു വീട്ടിൽ നിന്നായിരിക്കാൻ വരുന്നത്, നല്ല ക്യാഷ് ഉള്ള ഒരു വീട്ടിൽ നിന്നാണെന്ന് അറിയാൻ പറ്റിയത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ചെറിയ അഹങ്കാരമൊക്കെ കാണുമായിരിക്കും. ആ അഹങ്കാരം കൊണ്ടാണോ ഇങ്ങോട്ട് കയറിയേക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ കാണുമ്പോൾ ബിഗ് ബോസ് ഹൗസിലെ പ്രകടനമൊക്കെ കാണുമ്പോൾ അങ്ങനെയാണോ വന്നതെന്ന് എനിക്കൊരു സംശയം തോന്നും. ആ അഹങ്കാരമൊക്കെ കൈ വെച്ചുകൊണ്ടാണോ വന്നതെന്ന്. എന്തായാലും ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള അഹങ്കാരികളൊന്നും മലയാളികൾ വളർത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അധികം കൊണ്ടുപോകും തോന്നുന്നില്ല. എന്തായാലും ആര്യനുള്ള കുഴി ആര്യൻ തന്നെ കുഴിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താന്ന് വെച്ചാൽ ലാലേട്ടനോടൊക്കെ ഇങ്ങനെ പെരുമാറുമ്പം ഒരിക്കലും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ, ആര്യനെ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർ കാണും, അവർക്ക് പോലും ഇത് സഹിക്കത്തില്ല. എന്തായാലും ഇതിന്റെ റിസൾട്ട് പെട്ടെന്ന് ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ആര്യനോട് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ആര്യനോട് അവിടെ ചിലപ്പോൾ ഗെയിം ആയിരിക്കാം, സ്ട്രാറ്റജി ആയിരിക്കാം അവിടെ കളിക്കുന്നത്. പക്ഷേ ലാലേട്ടനോട് പെരുമാറിയതും ലാലേട്ടനെ കുറിച്ച് സംസാരിച്ചതിലും എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് വിയോജിപ്പാണുള്ളത്. ആ വിയോജിപ്പാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.